Hello friends, welcome to SAT, Centers Tuition Center Marathumbadi and Puthumbelkira. Please subscribe to our YouTube channel for new updated videos and also visit centerstuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 കേരള SSLC മാത്സ് ചാപ്റ്റർ 2 സർക്കിൾസ് വൃത്തങ്ങൾ പുതിയ സിലബസ് പ്രകാരമുള്ളതാണ്. The topic to be covered in this lesson are first one, angle in a semicircle, alternate arc and complementary arc, chord, angle and arc, circles and a quadrilateral, two chords. Angles in a semicircle means ഒരു അർദ്ധവൃത്തത്തിലെ കോൺ എങ്ങനെയിരിക്കും. alternate arc and complementary arc, ഇത് ചാപവും അതുപോലെ തന്നെ മറു ചാപവും ശിഷ്ടചാപവും. കോഡ്, ആംഗിൾ ആൻഡ് ആർക്ക്, ഞാണ്, കോണ് അതുപോലെ തന്നെ ചാപം. സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ, വൃത്തവും ചതുർഭുജവും. ടു കോഡ്സ്, രണ്ട് ഞാണുകൾ. ഇത്തരം ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം കൃത്യമായി മനസ്സിലാവും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ, ഒരു അർദ്ധവൃത്തത്തിലെ കോൺ എത്രയായിരിക്കും. ഇത് ഈ വർഷത്തെ പുതിയ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനമാണ് പിന്നീടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, സോ ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ പാർട്ട് 1. തിയറി പറയുന്നതാണ്, ഇഫ് വി ജോയിൻ ദ എൻഡ്സ് ഓഫ് എ ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിന്റ് ഓൺ ദ സർക്കിൾ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ. അതായത് വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലും കിട്ടുന്നത് മട്ടകോണാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിൽ പേടിക്കേണ്ട, നമ്മൾ വീണ്ടും ഈ പോയിന്റിലേക്ക് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ? സോ കൺസിഡർ എ സർക്കിൾ. നമ്മൾ ഇവിടെ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ സർക്കിളിലെ ഒരു വ്യാസം സാർ വരച്ചിട്ടുണ്ട് എ ബി. എന്താണ് സാർ വ്യാസം എന്ന് പറയുന്നത്? നമ്മളിങ്ങനെ ഒരു വൃത്തം വരച്ച് കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, വൃത്തത്തിന് സെൻറ്റർ, സപ്പോസ് സെൻറ്റർ ഒ ആണെന്ന് വിചാരിക്കും. ആ സെൻറ്ററിലൂടെ വരയ്ക്കുന്ന വരയാണെന്ത്? വ്യാസം എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, നോക്കൂ, ഒരു വൃത്തം, ഈ വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരറ്റത്തു നിന്ന് ഒരറ്റത്തേക്ക് നമ്മളൊരു വര വരച്ചെന്ന് വിചാരിക്കും. ഇപ്പോൾ ചരിഞ്ഞു പോയി, അങ്ങനെയല്ല, ഒരറ്റത്തു നിന്നും വേറൊരറ്റത്തേക്ക് നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചു. അങ്ങനെ ഏതെങ്കിലും രണ്ട് അറ്റങ്ങൾ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുന്ന വരയെ വിളിക്കുന്ന പേരാണ് കോഡ് അഥവാ ഞാൻ. ക്ലിയർ? കോഡ്. അപ്പോൾ അങ്ങനെ ആ വര, നമ്മൾ വരയ്ക്കുന്ന ആ വര വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ, സപ്പോസ് ദിസ് ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ, സപ്പോസ് ഇറ്റ് ഈസ് ഒ. അങ്ങനെ ഈ ഒരു കോഡ് കണ്ടോ, ഇത് വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെയാണ് പോകുന്നത്. ഇതിന്റെ പേരാണ് ഡയാമീറ്റർ അഥവാ വ്യാസം. ക്ലിയർ? ഈ ഡയാമീറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തത്തിന്റെ തുല്യമായ രണ്ട് കഷ്ണങ്ങളാക്കും. ഇവിടെ ഒരു കഷ്ണം, ഇവിടെ ഒരു കഷ്ണം ഉണ്ടോ, രണ്ട് കഷ്ണങ്ങളാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയാമീറ്റർ ഇവിടെ വരച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് എ ബി. ഈ ഡയാമീറ്ററിന്റെ രണ്ട് അറ്റത്തു നിന്നും സാറ് ഇങ്ങനെ വൃത്തത്തിന്റെ മറ്റൊരു പോയിന്റിലേക്ക് രണ്ട് വരകൾ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു കോൺ കിട്ടുന്നുണ്ട് അല്ലേ, ഒരു ആംഗിൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് എൻ്റെ സെന്റർ ഒ. ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിയിൽ നിന്ന് ഒയിലേക്ക് ഒരു വര വരയ്ക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ എനിക്കിവിടെ രണ്ട് ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ എ ഒ പിയും ട്രയാങ്കിൾ ബി ഒ പിയും, രണ്ട് ട്രയാങ്കിൾ. So consider the two triangles, triangle A O P ഒന്നത്, പിന്നെ ട്രയാങ്കിൾ ബി ഒ പി രണ്ട് ട്രയാങ്കിൾ നിങ്ങൾ പരിഗണിക്കാൻ. മനസ്സിലായില്ലേ ഏതൊക്കെയാണ് ട്രയാങ്കിൾ? എ ഒ പി ഇതൊന്നും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ട്രയാങ്കിൾ. ക്ലിയർ? ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ ഏതാണ്? ബി ഒ പി, ഇതാണ് രണ്ടാമത്തെ ട്രയാങ്കിൾ. ക്ലിയർ? ഓക്കെ, നമ്മളിവിടെ ഈ കോണിന് ഞാൻ എക്സ് എന്നെടുത്തു, എക്സ് ഡിഗ്രി. ഈ കോണിന് എന്തെടുത്തു? എക്സ് ഡിഗ്രി. ക്ലിയർ? അപ്പോൾ ഈ കോണും എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും. അതിന് കാരണം എന്താണ് സാർ? കാരണമുണ്ട്, പറയാം. ഇതിന് കാരണം ഈ ട്രയാങ്കിളിന്റെ ഈ വശവും, അതായത് ഒ പി ഈക്വൽ ടു എ ഒ ഉണ്ടോ, ഈ വശവുമായിട്ട് ഈക്വൽ ആണ്. എന്താണ് അങ്ങനെ ഈക്വൽ ആവാൻ കാരണം?
എന്തുകൊണ്ടാണ് ഈക്വൽ? എ ഒ ഈക്വൽ ആവാൻ കാരണം അത് രണ്ടും വൃത്തത്തിന്റെ റേഡിയസ് ആണ്. റേഡിയസ് ക്ലിയർ? റേഡിയസ് ഓക്കെ, വൃത്തത്തിന്റെ ആരങ്ങളാണ്. അങ്ങനെ ഇപ്പോൾ സപ്പോസ് ഒരു ട്രയാങ്കിൾ നമ്മൾ എടുത്തു. ആ രണ്ട് ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ സെയിം ആണ്. സപ്പോസ് ഈ രണ്ട് വശങ്ങൾ സെയിം ആണെങ്കിൽ സെയിം അല്ലാത്ത വശത്തിലെ അവിടെയുള്ള കോണുകൾ രണ്ടും എന്താണ്? ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഒരു തിയറി ഉണ്ട്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് തിയറി വി ക്യാൻ സേ ദാറ്റ് ദിസ് ആംഗിൾ ഈസ് ആൾസോ ഈക്വൽ ടു എക്സ് ഡിഗ്രി. ക്ലിയർ? സിമിലാർലി യു ക്യാൻ കൺസിഡർ ഹിയർ ഇറ്റ് ഈസ് വൈ. ഇവിടെ നമ്മൾ വൈ ആണെന്ന് കരുതുക. ഓക്കെ, വൈ ആണെന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ഒ പി അത് റേഡിയസ് ആണ്. അതുപോലെ ഒ ബിയും എന്താണ്? ഇത് രണ്ടും റേഡിയസ് ആണ്. അപ്പോൾ കൺസിഡർ ദിസ് ട്രയാങ്കിൾ. ഈ ഒ ബി പി ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് വശങ്ങളും തുല്യമാണ്. ഏത് രണ്ട് വശങ്ങൾ? ഒ ബിയും ഒ പിയും. അതുകൊണ്ട് മൂന്നാമത്തെ വശത്തുള്ള കോണുകൾ എന്തായിരിക്കും? ഈ കോണുകൾ ഇതെന്തായിരിക്കും? ഇതും വൈ ഡിഗ്രി. ക്ലിയർ? ഓക്കെ ഓക്കെ ക്ലിയർ? യെസ്. അപ്പോൾ സാർ ഇവിടെ എക്സ് എന്ന് എടുത്തു, ഇവിടെ വൈ എന്ന് എടുത്തു. അപ്പോൾ ഈ രണ്ട് ആംഗിൾ എന്താണ്? ഇവിടെ എക്സ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇവിടെ വൈ ആയെങ്കിൽ ഇവിടെ എന്തായിരിക്കും? വൈ ആയിരിക്കും. അത്രയും കാര്യങ്ങൾ മനസ്സിലായി അല്ലേ? ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും തമ്മിൽ കൂട്ടി എത്ര കിട്ടും? 180 കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ആംഗിളും ഇതും എല്ലാം കൂടി കൂട്ടി എത്ര കിട്ടും? 180 കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എക്സും ഈ എക്സും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2x. ഓക്കെ, 2x ഡിഗ്രി പ്ലസ് ഈ വൈയും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2y. ഓക്കെ, 2xും ഇത് രണ്ടാണേ, 2x ഡിഗ്രിയും 2y ഡിഗ്രി. എന്താണ് സാർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? എ പി ബി ഈ മൂന്ന് ത്രികോണത്തിലെ മൂന്ന് കോണുകൾ. ഒന്ന് ഇത് എക്സ്, ഇവിടെ രണ്ട് കോണുകൾ ചേർന്നാണിത് പി. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇതും കൂടി ചേർക്കുമ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യം എക്സ് വരുന്നുണ്ട്, രണ്ട് പ്രാവശ്യം വൈ. അപ്പോൾ 2xും 2y കൂട്ടുമ്പോൾ എത്ര കിട്ടണം? നമുക്കറിയാം ഒരു ത്രികോണത്തിലെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. ക്ലിയർ? ഇതിൽ നിന്ന് 2 പുറത്തെടുക്കുക. അപ്പോൾ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. ഇവിടെ രണ്ട് ഗുണിച്ചിരിക്കുകയാണ്. സമയത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരണമാവും. അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 18/2 എത്രയാ? 9. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 ഡിഗ്രി. ഈക്വൽ ടു 90 ഡിഗ്രി. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഒന്നും ചെയ്തില്ല. നമ്മൾ ആദ്യം എ ഒ പി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്തു, ഫസ്റ്റ് ട്രയാങ്കിൾ. അതിനകത്ത് ഒരു ഡിഗ്രി എക്സ് ഡിഗ്രി എടുത്തു, ഇതും എക്സ് ഡിഗ്രി. കാരണം ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇതിന്റെ രണ്ട് വശങ്ങൾ റേഡിയസ് തന്നെയാണ് വൃത്തത്തിന്റെ. അതുകൊണ്ട് അതിന്റെ രണ്ട് വശങ്ങൾ ഈക്വൽ ആയതുകൊണ്ട് മൂന്നാമത്തെ വശമുള്ള കോണുകൾ തുല്യമായിരിക്കും. അതുപോലെ ഇവിടെ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒ ബി പി, അതിനകത്ത് രണ്ട് വശങ്ങൾ തുല്യമാണ്. അപ്പോൾ മൂന്നാമത്തെ വശത്തിലെ കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ ഒരാൾ നമ്മൾ വൈ എന്നെടുത്തു, ഇപ്പുറത്തും തന്നെയാണ് വൈ തന്നെ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെയുള്ള മൂന്ന് കോണുകൾ, കോൺ എയും കോൺ പിയും കോൺ ബിയും കൂടി കൂട്ടി, മൂന്നും കൂടി കൂട്ടുമ്പോൾ 180. അപ്പോൾ 2 തവണ എക്സ് വരുന്നുണ്ട്, അപ്പോൾ 2x പ്ലസ് 2 തവണ വൈ വരുന്നുണ്ട്, അപ്പോൾ 2y ഈക്വൽ ടു 180. 2 അവിടെ നിന്ന് പുറത്തെടുത്തു, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. ആ 2 ഗുണിച്ചിരിക്കുന്ന സമയത്തിന് അപ്പുറത്തും പോകുമ്പോൾ ഹരണമാവും. അപ്പോൾ 180/2 90. ക്ലിയർ? ഓക്കെ, ഇങ്ങനെ നമുക്ക് നോക്കിയാൽ ഇതിൽ നമുക്ക് മനസ്സിലായത് എന്താ? നമ്മൾ വരച്ച ഈ ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ട്? 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ആ ഡയാമീറ്ററിന്റെ അറ്റത്ത് നിന്നും ജോയിൻ ചെയ്ത് വരച്ച ആംഗിൾ എത്ര ഇട്ടുണ്ട്? 90 ഡിഗ്രി. അതിന്റെ അർത്ഥം നമ്മൾ ഒരു അർദ്ധവൃത്തത്തിൽ, സെമി സർക്കിളിൽ നമ്മൾ വരച്ച ആ കോൺ എന്താണ്? അത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ എത്ര കോൺ വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. എല്ലാം എത്ര ഡിഗ്രി വെച്ചുണ്ടാവും? 90 ഡിഗ്രി വെച്ചുണ്ടാവും. കണ്ടോ? ക്ലിയർ? ഓക്കെ, ഇതൊക്കെ 90 ഡിഗ്രി, താഴോട്ടായാലും മുകളിലോട്ടായാലും. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്. എന്തായിരിക്കണം അത്? ഒരു വശം ഡയാമീറ്റർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ അർദ്ധവൃത്തത്തിൽ, അതായത് ഒരു വൃത്തത്തിന്റെ പകുതിയിൽ, ആ പകുതി ഇവിടെ ആണോ, ഈ പകുതിയിൽ വരയ്ക്കുന്ന എല്ലാ കോണുകളും എവിടെ? ഇവിടെ ഒന്ന് മുട്ടണം. എത്ര ഡിഗ്രി വെച്ചുണ്ടാവും? 90 ഡിഗ്രി വെച്ചുണ്ടാവും. നമ്മൾ തെളിയിച്ചു. ക്ലിയർ? അവിടെ എങ്ങനെ തെളിയിച്ചു? ഇവിടെ എക്സ് പ്ലസ് വൈ സമം നമുക്ക് എന്ത് കിട്ടി? 90 ഡിഗ്രി കിട്ടി. ഇവിടെയുള്ള ആ എക്സ് പ്ലസ്
y. അത് എത്ര കിട്ടി? 90 കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം അർദ്ധവൃത്തത്തിലെ കോൺ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. കണ്ടോ? ഇവിടെ 90 ഡിഗ്രി, ഇവിടെയൊക്കെ 90 ഡിഗ്രി. So our theory 1. If we join the ends of a diameter of a circle to a point on the circle, we get a right angle. എന്താ അതിൻ്റെ അർത്ഥം? If we joins the ends of a diameter. അപ്പോൾ ഇതാണ് ഡയാമീറ്റർ. കണ്ടോ? ഈ ഡയമറിന്റെ എൻഡുകൾ ഉണ്ടോ? ഈ എൻഡും ഈ എൻഡും നമുക്ക് ജോയിൻ ചെയ്താൽ we get a right angle of a circle to a point on the circle. സർക്കിളിലേക്ക് നമ്മൾ ജോയിൻ ചെയ്താൽ ഇവിടുന്ന് ഇങ്ങനെ ഈ സർക്കിളിലേക്ക് ജോയിൻ ചെയ്തു. കണ്ടോ? അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. സോ വി ഗെറ്റ് എന്താണ്? 90 ഡിഗ്രി. 90 ഡിഗ്രിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? റൈറ്റ് ആംഗിൾ. സിമിലർലി വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ അറ്റങ്ങൾ, ഇതാണ് വ്യാസം. അതിന്റെ രണ്ടറ്റങ്ങൾ നമ്മൾ എന്താണ്? ഒരു ബിന്ദുവിലേക്ക്, വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് യോജിപ്പിച്ചാൽ കിട്ടുന്നത് എന്താണ്? മട്ടകോണാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്. ക്ലിയർ? That is angles in a semicircle is right. Okay. Please like and share this video. Please give your valuable comments. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.